നമസ്കാരം. താജ് ബാങ്കോടാണ്. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കും. യുദ്ധങ്ങളൊക്കെ കഴിഞ്ഞു. എല്ലാവരും ആഗ്രഹിക്കുന്നത് യുദ്ധങ്ങളൊന്നും ഉണ്ടാവരുത് എന്നാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് സംഭവിച്ചു. താൽക്കാലികമായിട്ട് യുദ്ധം നിർത്തിയിട്ടുണ്ട്. ഇനി എപ്പോൾ തുടങ്ങുമെന്നുള്ളത് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ലോകത്ത് വൻ ശക്തിയാണ് എന്ന് പറയുന്ന ഇസ്രായേലിന്റെ അവസ്ഥ എന്താണെന്നുള്ളത്. കാരണം നമ്മൾ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ കാണുന്നതാണ് ഇസ്രായേൽ അങ്ങനെയാണ്, ഇസ്രായേൽ ഇങ്ങനെയാണ്, അതാണ് ഇതാണ്. ഇപ്പൊ ഓരോ കണക്കുകൾ പുറത്തു വരുന്നു. 40,000-ഓളം ബിൽഡിങ്ങുകൾ അവിടെ തകർന്നിട്ടുണ്ട് എന്ന് പറയും. പക്ഷെ ആൾനാശയില്ല. അതിന് കാരണം എന്ന് വെച്ചാൽ നമ്മളെ ഇസ്രായേലിൽ ഒരു വീടോ ഒരു ബിൽഡിങ്ങോ ഉണ്ടാക്കുമ്പോഴേക്ക് ആദ്യം കാർ പാർക്കിങ്ങിനേക്കാൾ അവർ പ്രാധാന്യം കൊടുത്തിട്ട് ബങ്കറുകൾ നിർമ്മിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവിടെ ആൾതാമസം ഇല്ലാത്തത്. ഇറാൻ ഇവിടെ മിസൈൽ അയക്കുമ്പോൾ തന്നെ അവിടെ സിഗ്നൽ ഇവിടെ എല്ലാവരും ബങ്കറിന്റെ അടിയിൽ പോയി നിൽക്കുക. അങ്ങനെ തന്നെയാണ് വേണ്ടത്. ആരും മരിച്ച് സാധാരണക്കാർ ആരും മരിച്ചു വീഴരുത് എന്നുള്ളതാണ് നമുക്ക് ആഗ്രഹം. പക്ഷെ ഒരുപാട് തള്ളിമറിക്കുന്ന ആൾക്കാരോട് പറയാം 40,000-ൽ പരം ബിൽഡിങ്ങുകൾ തകർന്നു കിടക്കാണ്. ഒരു ഈച്ച പോലും ഇസ്രായേലിനുള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ അറിയും എന്ന് വീരവാദം പൊഴിക്കുന്ന ഒരു രാജ്യത്തിന്റെ അവസ്ഥയാണിത്. അപ്പൊ നമ്മൾ ആരെയും കുറച്ച് കാണരുത്. നിങ്ങൾ പിന്നെ പലസ്തീനിൽ നിരായുധരായ ആളുകളെ ഇവരടിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 2 കൊല്ലായി, 2-1.5 കൊല്ലായി. ഓക്കെ, ഇനി പോട്ട് ലോകത്തിലെ 2ാമത്തെ വൻ ശക്തിയാണ് റഷ്യ. റഷ്യ പോയിട്ട് ഉക്രൈനിൽ അടിക്കാൻ തുടങ്ങിയിട്ട് 3-3.5 വർഷമായി. യുദ്ധം എവിടെയെങ്കിലും എത്തിയോ? എവിടെയും എത്തിയിട്ടില്ല. അപ്പൊ എത്ര വലിയ ആയുധമുള്ള ആൾക്കാരായാലും ചെറുത്ത് നിൽക്കാൻ ഒരു രാജ്യം തയ്യാറായി മുന്നോട്ട് നിന്ന് കഴിഞ്ഞാൽ അവിടെ യുദ്ധം ആർക്കും ജയം നൽകുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. വീണ്ടും പറയുകയാണ്, ഒരിക്കലും എവിടെ യുദ്ധം ഉണ്ടാവരുത്. യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ പാവപ്പെട്ടവരാണ് മരിച്ചു വീഴുന്നത് എന്നുള്ളത്. പക്ഷെ യുദ്ധം ആരെയും ജയിപ്പിക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ.